Hello children, 2021 J Advanced ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യന്റെ സ്റ്റെം തന്നിട്ട് രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ക്വസ്റ്റ്യന്റെ സ്റ്റെം ഒന്ന് വായിക്കാം. നോക്കൂ. A pendulum consists of a bob of mass 0.1 kg and massless inextensible string of length 1 meter. It is suspended from a fixed point at a height h is equal to 0.9 meter above a frictionless horizontal floor. Initially, the bob of the pendulum is lying on the floor at rest vertically below the point of suspension. A horizontal impulse P is equal to 0.2 kg meter per second is imparted to the bob at some instant. After the bob slides for some distance, the string becomes taut and the bob lifts off the floor. The magnitude of angular momentum of the bob about the point of suspension just before lifts off is J kg meter square per second. The kinetic energy of the pendulum is just after the lift off is K Joule. നമുക്ക് എന്തൊക്കെയാ കണ്ടുപിടിക്കേണ്ടത്? Angular momentum കണ്ടുപിടിക്കണം, just before lift off about the point of suspension and just after the lift off ആ ബോബിന്റെ കൈനറ്റിക് എനർജിയും കണ്ടുപിടിക്കണം. ഞാൻ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയാമോ? ഒരു ബോബ് ഒരു ഫ്രിക്ഷൻലെസ് സർഫസിൽ വെച്ചു. ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് 1 മീറ്റർ ആണ്. പക്ഷേ ഈ പോയിന്റ് ഓഫ് സസ്പെൻഷൻ 0.9 മീറ്റർ എബവ് ആണ്. ബോബിന്റെ മുകളിൽ 0.9 ലെങ്ത് ഓഫ് ദ സ്ട്രിങ് എത്രയാന്നാ പറഞ്ഞേ? 1 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. 1 മീറ്റർ. ഇനി എന്ത് ചെയ്തു? ഇവിടെ ഒരു ഇമ്പൾസീവ് ഫോഴ്സ് കൊടുത്തു, ഒരു ഇമ്പൾസ് കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിങ്ങനെ മൂവ് ചെയ്ത് സ്ട്രിങ് ടോണ്ടായി എന്ന് പറഞ്ഞാൽ വലിഞ്ഞ് നിന്നു എന്ന് അർത്ഥം. എന്നിട്ട് ഇതിന്റെ ആംഗുലാർ മൊമെന്റം നമ്മൾ കണ്ടുപിടിക്കണം. ജസ്റ്റ് ബിഫോർ ലിഫ്റ്റ് ഓഫ് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇതിന്റെ കൈനറ്റിക് എനർജിയും കണ്ടുപിടിക്കണം ജസ്റ്റ് ആഫ്റ്റർ ലിഫ്റ്റ് ഓഫ്. ഇതാണ് ക്വസ്റ്റ്യൻ. ആംഗുലാർ മൊമെന്റം അബൌട്ട് ദിസ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ ഇമ്പൾസ് എന്തിന് ഈക്വൽ ആണെന്ന് അറിയാവോ? ഇമ്പൾസ് ചേഞ്ച് ഇൻ മൊമെന്റത്തിന് ഈക്വൽ ആണെന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ ആദ്യമേ അറിഞ്ഞിരിക്കണം. ഇമ്പൾസ് ലീനിയർ ഇമ്പൾസ് ഈസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ മൊമെന്റം. ഇവിടെ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് ഫൈനൽ മൊമെന്റത്തിന് ഈക്വൽ ആയിരിക്കും. കാരണം ഇനീഷ്യൽ മൊമെന്റം 0 ആയതുകൊണ്ട്. ഇമ്പൾസ് എത്രയാ തന്നിട്ടുള്ളത്? 0.2 ആണ് തന്നിട്ടുള്ളത്. 0.2. ഓക്കെ, അത് കിട്ടി എന്ന് പറഞ്ഞാൽ ഈ ലീനിയർ മൊമെന്റം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ ലീനിയർ മൊമെന്റം ജസ്റ്റ് ആഫ്റ്റർ ദ ഇമ്പൾസ് അല്ലെങ്കിൽ ജസ്റ്റ് ആഫ്റ്റർ ദ ഹിറ്റിംഗ് ഇതാണ് 0.2 ആണ്. അത് ത്രൂ ഔട്ട് 0.2 തന്നെ ആയിരിക്കും. കാരണം ഫ്രിക്ഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. ദർ ഇസ് നോ ഹൊറിസോണ്ടൽ ഫോഴ്സ്, therefore ലീനിയർ മൊമെന്റം ഡസ് നോട്ട് ചേഞ്ച്. അപ്പൊ ജസ്റ്റ് ബിഫോർ ലിഫ്റ്റ് ഓഫ് ഇതിന്റെ ലീനിയർ മൊമെന്റം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ആംഗുലാർ മൊമെന്റം അബൌട്ട് ദ പോയിന്റ് ഓഫ് സസ്പെൻഷൻ. What we want is angular momentum about the point of suspension. അപ്പോൾ angular momentum about O is the point of suspension എന്ന് പറയുന്നത് ലീനിയർ മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡിനെ ആ പോയിന്റിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വളരെ സിമ്പിൾ ആണ് ഇല്ലേ? ലീനിയർ മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം. വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് 0.2. ആൻഡ് പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്ന് ഇതിന്റെ ഡയറക്ഷണൽ ലൈനിലേക്കുള്ള എന്ന് പറഞ്ഞാൽ ഈ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ പർട്ടിക്കുലർ ഡിസ്റ്റൻസ്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ലീനിയർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ ലൈൻ അതേതാണ്? ഇതാണ് ലീനിയർ മൊമെന്റത്തിന്റെ ഡയറക്ഷണൽ ലൈൻ. അതിലേക്ക് ഈ പോയിന്റിൽ നിന്ന് പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതെത്രയാ? 0.9 മീറ്റർ. അപ്പം 0.2നെ നിങ്ങൾ 0.9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആംഗുലാർ മൊമെന്റം അബൌട്ട് ദ പോയിന്റ് ഓഫ് സസ്പെൻഷൻ കിട്ടും. ഹൗ മച്ച് ഇറ്റ് ഈസ്? ദാറ്റ് ഈസ് സോ സിമ്പിൾ. 0.18. വേണമെങ്കിൽ യൂണിറ്റ് എഴുതാം. യൂണിറ്റ് ഈസ് ഈക്വൽ ടു kg മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ സെക്കൻഡ്. Therefore നമുക്ക് ആംഗുലാർ മൊമെന്റം കിട്ടിക്കഴിഞ്ഞു. ആംഗുലാർ മൊമെന്റം ഇവിടെ J എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതാണ് ഈ J എന്ന് പറയുന്ന സാധനം 0.18. Therefore value of J is equal to 0.18. ഇനി അടുത്ത പാർട്ടിലേക്ക് നമുക്ക് പോവാം. അടുത്ത പാർട്ട് എന്താ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി. എപ്പോഴത്തെ കൈനറ്റിക് എനർജി ആണെന്ന് മനസ്സിലായോ? ഇത് ജസ്റ്റ് ലിഫ്റ്റ് ഓഫ് ആയതിനു ശേഷമുള്ള ജസ്റ്റ് ലിഫ്റ്റ് ഓഫ് എന്നാ പറഞ്ഞത്. സ്റ്റിൽ ഇറ്റ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ ഫ്ലോർ. ജസ്റ്റ് ലിഫ്റ്റ് ഓഫ് ആയെന്നാ പറഞ്ഞത്. അപ്പൊ ഇത് ഇനീഷ്യൽ മൊമെന്റ് നമുക്കറിയാം. ഓക്കെ, ഇനിയും ലിഫ്റ്റ് ഓഫിന്
ശേഷം ഇതിന്റെ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ, വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ആ മൊമെന്റം പി ഡാഷ് ആണെന്ന് നമുക്ക് കരുതാം. ലിസൺ ഹിയർ, പി ഈസ് ദ മൊമെന്റം ജസ്റ്റ് ബിഫോർ ലിഫ്റ്റ് ഓഫ്, പി ഡാഷ് ഈസ് ദ മൊമെന്റം ജസ്റ്റ് ആഫ്റ്റർ ദ ലിഫ്റ്റ് ഓഫ്. ഈ പി ഡാഷ് എന്ന് പറഞ്ഞ ഈ സ്ട്രിങ്ങിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, സ്ട്രിങ്ങിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇറ്റ് സ്റ്റാർട്ടഡ് സർക്കുലർ മോഷൻ, ജസ്റ്റ് സ്റ്റാർട്ടഡ് സർക്കുലർ മോഷൻ ദേർ. ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് എം ജി ഈസ് ആക്ടിങ്, എം ജി ജസ്റ്റ് ബിഫോർ ലിഫ്റ്റ് ഓഫ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നോർമൽ റിയാക്ഷന് ഓഫ് കോഴ്സ് ഉണ്ട് എന്ന് തന്നെ കരുതാം. ജസ്റ്റ് ബിഫോർ നോർമൽ റിയാക്ഷൻ. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്ട്രിങ്ങിലെ ടെൻഷൻ. നോക്കിയേ, ഇവിടെ ഈ ടെൻഷൻ എന്ന് പറയുന്നതാണ് ഇമ്പൾസീവ് ഫോഴ്സ്. എം ജിയും നോർമൽ റിയാക്ഷൻ ഉണ്ടെങ്കിൽ അതും ഇമ്പൾസീവ് ഫോഴ്സ് അല്ല. ഈ ടെൻഷൻ എന്താണ്? ഇമ്പൾസീവ് ഫോഴ്സ് ആണ്. അത് ഈ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ കൂടെ പാസ് ചെയ്യുന്നു. അതുകൊണ്ട് ആ ഇമ്പൾസീവ് ഫോഴ്സ് ടോർക്കിനെ ജനറേറ്റ് ചെയ്യുന്നില്ല. Therefore, torque about, you can say torque about O is equal to 0. I am assuming that still mg and normal reaction are equal എന്ന് assume ചെയ്തു. Therefore, they don't contribute torque. രണ്ടും ക്യാൻസൽ ആയി. പിന്നെ ഓൺലി ടെൻഷൻ മാത്രമേ ഉള്ളൂ. അത് ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നില്ല? ടോർക്ക് 0 ആണ്. ടോർക്ക് 0 ആണെങ്കിൽ എന്താണ്? ആംഗുലാർ മൊമെന്റം മസ്റ്റ് ബി കൺസേർവ്ഡ്. ആംഗുലാർ മൊമെന്റം L must be conserved. L is equal to constant. എപ്പോഴാ? ജസ്റ്റ് ബിഫോർ ആൻഡ് ജസ്റ്റ് ആഫ്റ്റർ. ആഫ്റ്റർ എ ലോങ് ടൈം ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വെർട്ടിക്കൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, വിച്ച് ക്രിയേറ്റ്സ് ടോർക്ക്. അതേതാണ്? എം ജി. അതുകൊണ്ട് ആംഗുലാർ മൊമെന്റം ജസ്റ്റ് ബിഫോറും ജസ്റ്റ് ആഫ്റ്ററുമേ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആഫ്റ്റർ എ ലോങ് ടൈം ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ദർ ഇസ് എ ടോർക്ക് ഡ്യൂ ടു എം ജി, ഡ്യൂ ടു വെയിറ്റ് എബൌട്ട് ഓ. ടോർക്ക് 0 അല്ല. അപ്പോൾ അതുകൊണ്ട് ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കില്ല. ഈ സിറ്റുവേഷനിൽ പറ്റും. ഏതാണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. ജസ്റ്റ് ബിഫോർ ആൻഡ് ജസ്റ്റ് ആഫ്റ്റർ ആംഗുലാർ മൊമെന്റം മസ്റ്റ് ബി കൺസേർവ്ഡ് ഓർ മസ്റ്റ് ബി സെയിം. ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം ജസ്റ്റ്, ലെറ്റ് മീ റൈറ്റ് ദാറ്റ്, ജസ്റ്റ് ആഫ്റ്റർ ലിഫ്റ്റ് ഓഫും ആംഗുലാർ മൊമെന്റം ജസ്റ്റ് ബിഫോർ ലിഫ്റ്റ് ഓഫും ഈക്വൽ ആയിരിക്കണം. അഗെയിൻ ഐ ആം ടെല്ലിംഗ്, ആംഗുലാർ മൊമെന്റം ജസ്റ്റ് ആഫ്റ്ററും ജസ്റ്റ് ബിഫോറുമേ കൺസേർവ്ഡ് ആവുള്ളൂ. ആഫ്റ്റർ എ ലോങ് ടൈം ആംഗുലാർ മൊമെന്റം യു കനോട്ട് ഇക്വേറ്റ് ബിക്കോസ് എം ജി's റോൾ കംസ് there. എം ജി ക്രിയേറ്റ്സ് ടോർക്ക്. അതുകൊണ്ട് ആംഗുലാർ മൊമെന്റം അബൌട്ട് ദാറ്റ് പോയിന്റ് വിൽ നോട്ട് ബി കൺസേർവ്ഡ്. അഗെയിൻ ആൻഡ് അഗെയിൻ ഐ ആം ടെല്ലിംഗ്, ജസ്റ്റ് ബിഫോർ ആൻഡ് ജസ്റ്റ് ആഫ്റ്റർ. ഓക്കെ, വാട്ട് ഈസ് ജസ്റ്റ് ആഫ്റ്റർ ദ ആംഗുലാർ മൊമെന്റം? ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് മൊമെന്റം, ലീനിയർ മൊമെന്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇതിലേക്കുള്ള perpendicular distance from O, this perpendicular distance. Did you understand? This distance, that is nothing but length of the string alle. അതുകൊണ്ട് that is equal to 1 meter. 0.1 അല്ല കേട്ടോ, 1 meter ആണ്. Length of the string is 1 meter. Therefore, P dash into 1 is equal to just before lift off angular momentum നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 0.18 എന്ന് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് P dash is equal to 0.18. ഞാൻ ലീനിയർ മൊമെന്റം കണ്ടുപിടിച്ചു ജസ്റ്റ് ആഫ്റ്റർ ദ ലിഫ്റ്റ് ഓഫ്. എന്തിനാ ലീനിയർ മൊമെന്റം കണ്ടുപിടിച്ചു? എന്നോട് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനാ പറഞ്ഞത് അല്ലേ? കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്ന ലീനിയർ മൊമെന്റം കണ്ടുപിടിച്ചാൽ മതി. കാരണം കൈനറ്റിക് എനർജി ക്യാൻ ബി റിട്ടൺ ഇൻ ടേംസ് ഓഫ് ലീനിയർ മൊമെന്റം. Therefore, കൈനറ്റിക് എനർജി ജസ്റ്റ് ആഫ്റ്റർ ദ ലിഫ്റ്റ് ഓഫ് ഈസ് P dash സ്ക്വയർ. പി സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്ത് പറയണം? P dash സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 times മാസ് ഓഫ് ദ ഓബ്ജക്ട്. P dash എത്രയാണ് കുട്ടികളെ? 0.18 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.18 divided by 2 into mass of the bob is given as 0.1 in the question. Mass is given 0.1. ഇത് എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ kinetic energy you will get nothing but 0.18 into 0.9 എന്ന് കിട്ടും. ശരിയല്ലേ? 0.9. അപ്പം 9 8s are 72ലെ 2 എഴുതി, സിസ്റ്റം 7 ഉണ്ട്. 19 is 9 plus 7 16. ഒരു 3 ഡിജിറ്റ് മാറ്റി നമുക്ക് പോയിന്റ് ഇടണം. അപ്പൊ 0.162 ജൂൾ എന്ന് കിട്ടും. So the value of kinetic energy just after the lift off is 0.162. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് റീവിസിറ്റ് ചെയ്യാം, ഫില്ല് ചെയ്യാം. ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താ? വാല്യൂ ഓഫ് ജെ. വാട്ട് ഡിഡ് യു ഗെറ്റ്? വാല്യൂ ഓഫ് ജെ യു ഗോട്ട് 0.18 എന്ന് കിട്ടി. ആൻഡ് വാല്യൂ ഓഫ് കെ
നമുക്ക് കിട്ടിയല്ലോ 0.162 അല്ലേ 0.162. Both of them are in the standard unit. Okay, that's all about this video. Thank you for watching.